ബഹുമാനപ്പെട്ട കേരളീയ സമാജം പ്രസിഡന്റ് ഇ പി വാസുവേട്ടൻ, വൈസ് പ്രസിഡന്റ് സുരേന്ദ്രേട്ടൻ, ഭരണസമിതി അംഗങ്ങളെ, പ്രഗത്ഭരായ വിശിഷ്ടാതിഥികളെ, സാഹിത്യത്തിൻ്റെ സുഗന്ധം തേടിയെത്തിയ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. കേരളത്തിൽ നിന്ന് ഏകദേശം 1600 കിലോമീറ്റർ അകലെ മുംബൈയുടെ തിരുകൾക്കിടയിലും മലയാളത്തിൻ്റെ നിലവാരം കാത്തു സൂക്ഷിക്കുന്ന ഡോംബിവലിയിലെ കേരളീയ സമാജത്തിന് എൻ്റെ അഭിനന്ദനങ്ങൾ. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ സ്മരണയ്ക്കായി കേരളത്തിൻ്റെ പുറത്ത് ആദ്യമായി സ്മൃതി മന്ദിരം, തുഞ്ചൻ സ്മാരക ഹാള് നമ്മുടെ കുമ്പർക്കാംപാടയിലുള്ള ഫസ്റ്റ് ഫ്ലോറിൽ 2025 പണിയാനെ കൊണ്ട് സാധിച്ചു. അതിൻ്റെ 2ാമത്തെയും 3ാമത്തെയും ഫ്ലോറുകൾ ക്ലാസ്സുകളായി മാറ്റിക്കൊണ്ടും ഇപ്പോഴും അത് കൂടുതൽ കുട്ടികളെ ഉൾക്കൊള്ളിക്കാനെ കൊണ്ട് 4ാമത്തെയും 5ാമത്തെയും നിലകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഉൾക്കുട്ടികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പഠനത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കാനെ കൊണ്ട് ക്ലാസ് റൂമിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. KSDയുടെ സാംസ്കാരിക യാത്രയുടെ മറ്റൊരു ചരിത്ര മുഹൂർത്തമാണ് തുഞ്ചൻ സാഹിത്യോത്സവം 2026. നമ്മുടെ ഭാഷാപിതാവായ തുഞ്ചൻ എഴുത്തച്ഛൻ്റെ സ്മരണയെ സാർത്ഥകമാക്കിക്കൊണ്ട് പ്രവാസിയായ മഹാരാഷ്ട്രയിലെ മലയാളികളിൽ നിന്ന് നോവലുകൾ സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ 3 ജൂറികളെ നമ്മൾ നിയമിച്ചു. അതിൻ്റെ ചെയർമാനായിട്ടുള്ള TD രാമകൃഷ്ണ സാറിൻ്റെ നേതൃത്വത്തിൽ ആ നോവലുകൾ വളരെ ഭംഗിയായി സെലക്ട് ചെയ്തതിന് ശേഷം അതിന് അർഹനായിട്ടുള്ള നമ്മുടെ സമാജത്തിൻ്റെ മെമ്പറും താക്കൂറിൽ താമസവുമായിട്ടുള്ള പ്രേമൻ ഇല്ലത്ത് സാറിനാണ് ആ നോവലിന് അർഹതപ്പെട്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നോവലിൻ്റെ പേരാണ് നഗരത്തിൻ്റെ മാനിഫെസ്റ്റോ. മെനങ്ങാന്ന് കൂടിയ കമ്മിറ്റി യോഗത്തിൽ അത് നമ്മുടെ ഡിക്ലെയർ ചെയ്യാനുണ്ടായി. ഇന്ന് മാധ്യമങ്ങളിലും ബാക്കിയുള്ള രീതിയിൽ വളരെ കാര്യമായിട്ട് അതിൻ്റെ മെസ്സേജുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ അദ്ദേഹത്തിന് ഒരു ചെറിയൊരു അവാർഡ് 25,000 രൂപയുടെ ക്യാഷ് അവാർഡും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന ഒരു പുരസ്കാരം കൂടി അദ്ദേഹത്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സംഭവത്തിലൂടെ ഭാഷാപിതാവിന് പ്രവാസ ലോകത്തിലേക്ക് മറ്റൊരു സ്മാരകം കൂടി പണിയുകയാണ് കേരളീയ സമാജം ഡോംബിവലി. ഇതുകൊണ്ടും അടങ്ങുന്നില്ല. ഇനിയും വരും വർഷങ്ങളിൽ മറ്റുള്ള സ്റ്റേറ്റിനോട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ വർഷവും ഇത് തുടരാനെ കൊണ്ടാണ് കേരളീയ സമാജം ഡോംബിവലി ആഗ്രഹിക്കുന്നത്. ഒരു പഴഞ്ചൊല്ലുണ്ട്, നാട് വിട്ടാലും നാവ് വിടില്ല. അതുകൊണ്ടാണ് മലയാളി എവിടെ എത്തിയാലും ആദ്യം ഒരു സമാജം ഉണ്ടാക്കുന്നത്, പിന്നെ ഒരു ഓണാഘോഷം നടത്തുന്നത്, അതിനുശേഷം ഒരു സാഹിത്യ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. പ്രവാസി മലയാളിയെക്കുറിച്ച് എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞിടയ്ക്ക് പറയുകയുണ്ടായി, മലയാളികളെ കാണണമെങ്കിൽ കേരളത്തിൽ കുറച്ചേ ഉള്ളൂ, അന്യ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാണാൻ സാധിക്കും.
അതിന് ഉദാഹരണമാണ് ഗൾഫ് കൺട്രി ആയിട്ടുള്ള ദുബൈ, സൗദി, കുവൈറ്റ്, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും, അതുപോലെ ലണ്ടൻ, കാനഡ, യുഎസ്എ, പല സ്ഥലങ്ങളിൽ പോയാൽ തന്നെയും മലയാളികളെ കാണാൻ സാധിക്കും. എനിക്ക് ഒരു 4 മാസത്തിന് മുമ്പ് ഞാൻ സ്പെയിനിൽ പോവുകയുണ്ടായി. അവിടെ ഒരു ഫ്രൂട്ട് കട ചെന്നപ്പോൾ ആ ഫ്രൂട്ട് കട നടത്തുന്നത് മലയാളിയായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ കേരളത്തിൽ ചെന്ന് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞിടയ്ക്ക് നാട്ടിൽ പോയിട്ട് എയർപോർട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിൽ ചെന്നു. അവിടെ ഓർഡർ എടുക്കാൻ വന്നത് നോർത്ത് ഇന്ത്യൻ, ചോറ് വിളമ്പാൻ വന്നത് നോർത്ത് ഇന്ത്യൻ, മോര് തരാൻ തന്നത് നോർത്ത് ഇന്ത്യൻ, പപ്പടം തരാൻ തന്നത് നോർത്ത് ഇന്ത്യൻ, ബില്ല് എടുത്തുന്നത് നോർത്ത് ഇന്ത്യൻ. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു 2 മാസത്തിന് മുമ്പ് കേരളത്തിലെ കൽക്കട്ടയിൽ ഇലക്ഷൻ നടന്ന സമയത്ത് പെരുമ്പാവൂരിലും ബാക്കിയുള്ള ഒരുപാട് കടകൾ, സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ടി വന്നു. കൃഷി നടത്താൻ പറ്റാത്തൊരു കണ്ടീഷൻ വന്നിരുന്നു. കാരണം എന്തുവാ? നോർത്ത് ഇന്ത്യയിലുള്ള ബംഗാളികൾ കേരളത്തിൽ നിന്ന് പുറത്തു പോയതിന് ശേഷം ഇപ്പം കുറേശ്ശെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പം കേരളത്തിൽ മറ്റുള്ള ആൾക്കാരെ ആശ്രയിക്കേണ്ടതായിട്ട് വന്നു. കേരളത്തിലുള്ള ആൾക്കാർ മറ്റ് സ്ഥലങ്ങളിൽ അഭയം പ്രാപിച്ചിട്ട് അവിടെ ബിസിനസ്സും ജോലികളും കാര്യങ്ങളും ചെയ്യുന്നു. ഈ സാഹിത്യത്തെക്കുറിച്ച് എനിക്ക് വലിയ അറിവുകളും കാര്യങ്ങളില്ല. അടുത്തിടെയായിട്ട് പഠിക്കാൻ സാധിച്ചത് ജോയി ഗുരുവായൂരും അരിന്ദരനാഥും വിനയനും നാരായണൻകുട്ടി സാറും പിന്നെ പ്രേമമില്ലത്തും ഇവരൊക്കെ ചെറിയ കാര്യങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതിൽ നിന്നാണ് എനിക്ക് ഈ സാഹിത്യത്തെപ്പറ്റി കുറച്ച് ചെറുതായ രീതിയിൽ അറിയാനെ കൊണ്ട് സാധിച്ചത്. കാരണം എനിക്ക് സമയമില്ലാത്തതിൻ്റെ പേരിലാണ്. അത് തന്നെയല്ല, പണ്ടൊരു ശീലമുണ്ടായിരുന്നു, പുസ്തകം കൂടുതൽ വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കം വരും. ഉറക്കം വരണമെങ്കിൽ ഞാൻ പുസ്തകം വായിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഒരു ശീലമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ കുറേശ്ശെ ഇവർ പറഞ്ഞ് വരുന്നതിൻ്റെ പേരിൽ ചെറിയതായിട്ട് പഠിക്കാൻ ഒരു ആഗ്രഹം മനസ്സിൽ വരുന്നുണ്ട്. സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് കുമാരനാശാന്റെ അമരവരികളാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ, സ്വയം അല്ലെങ്കിൽ മറ്റുമതുകളിൽ നിങ്ങളെ തന്നെ. രണ്ട് വരികൾ മാത്രം, പക്ഷേ അതിലൊരു നവോത്ഥാനത്തിന്റെ മുഴുവൻ ശക്തിയും ഒളിഞ്ഞിരിക്കുന്നു. സാഹിത്യം വെറും വാക്കുകളുടെ കളിയല്ല, അത് സമൂഹത്തിന്റെ മനസ്സാക്ഷി കൂടിയാണ്. പ്രവാസ ജീവിതത്തിൽ മലയാളം സംസാരിക്കുന്ന ഓരോ കുടുംബവും ഒരു ചെറിയ കേരളമാണ്. മലയാളം പഠിപ്പിക്കുന്ന ഓരോ അമ്മയും ഒരു സർവകലാശാലയാണ്. മലയാളം വായിക്കുന്ന ഓരോ കുട്ടിയും നമ്മുടെ സംസ്കാരത്തിൻ്റെ തുടർച്ചയാണ്. സാഹിത്യം എന്താണ്? ചിലർക്ക് അതൊരു കവിതയാണ്, ചിലർക്ക് കഥയാണ്, ചിലർക്ക് നോവലാണ്. എന്നാൽ എനിക്ക് സാഹിത്യം മനുഷ്യനെ മനുഷ്യനാക്കുന്ന കലയാണ്. ONV കുറിപ്പ് എഴുതിയതുപോലെ ഭൂമിക്കൊരു ചരമഗീതം എഴുതരുത്. കാരണം സാഹിത്യം എപ്പോഴും പ്രത്യാശയുടെ ഭാഷയാണ്. അവർക്ക് 5 മണിക്കൂർ, പ്രിയരെ, ഇന്നത്തെ തലമുറയ്ക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. അവർക്ക് 5 മണിക്കൂർ മൊബൈലിൽ റീൽസ് കാണാം, പക്ഷേ 5 മിനിറ്റ് പുസ്തകം വായിക്കാൻ പറഞ്ഞാൽ ചോദിക്കും, സാറേ ഇതിൻ്റെ ഷോർട്ട് വെർഷൻ വല്ലതും ഉണ്ടോ? ഒരു ദിവസം ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയോട് ചോദിച്ചു, കുമാരനാശൻ ആരാണെന്നറിയാമോ? കുട്ടി മറുപടി പറഞ്ഞു, യൂട്യൂബ് ചാനലുള്ള ആളാണോ സാറെന്ന്. അതാണ് നമ്മുടെ കാലത്തിൻ്റെ വെല്ലുവിളി. പക്ഷേ പുസ്തകങ്ങൾ നൽകുന്ന ആഴം ഒരു റീൽസിന് നൽകാൻ കഴിയില്ല. നമ്മുടെ കേരള സമാജത്തിൻ്റെ പല കോണുകളിലും 9 ലൈബ്രറികളാണുള്ളത്. ഈ കഴിഞ്ഞിടയ്ക്ക് ലൈബ്രറിയിൽ നമ്മളോട് സമീപിക്കുകയുണ്ടായി, സാറേ പുസ്തകങ്ങളൊക്കെ പഴയ പുസ്തകങ്ങളാണ്, കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളിക്കാനെ കൊണ്ട് നമുക്ക് കൂടുതൽ പുസ്തകങ്ങൾ വാങ്ങേണ്ടി വരും. അവരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് കുറേയേറെ പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. അവിടെ നിന്നുള്ള റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ വായനയ്ക്ക് കൂടുതൽ ആൾക്കാർ വരുന്നു എന്നുള്ളതാണ്. ഇനിയും ഇത് വായിച്ചു കഴിയുമ്പോൾ കുറേ പുസ്തകങ്ങളുടെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. പ്രേമലത സാർ ഇവിടെ ഉൾപ്പുണ്ടോ? പ്രേമലത സാർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പുതിയ നോവല്, ഒരു 9 നോവല് നമ്മുടെ എല്ലാ ലൈബ്രറിയിലും ഓരോന്ന് കൊടുക്കണം. അത് എൻ്റെ എന്നാണ് പറഞ്ഞാൽ പിന്നെ നമ്മൾ കൊള്ളാം. ഓക്കെ, പ്രേമലത സാർ പുറയിരിപ്പുണ്ട്. അദ്ദേഹം പറയുന്നത് ഓരോ നോവലിലും ഓരോ ലൈബ്രറിയിൽ കൊടുക്കുമെന്നുള്ളതാണ്. ലൈബ്രറിന്റെ ശ്രദ്ധയ്ക്ക്
നമ്മൾ ഇവിടെ കാത്തിരുന്ന IAS റിട്ടയർഡ് ജയകുമാർ സാർ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം 10 മണിക്കാണ് മുംബൈ എയർപോർട്ടിൽ വന്നിട്ട് ഡയറക്റ്റ് നമ്മുടെ മീറ്റിങ്ങുകളോട് പങ്കെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. MD വാസുദേവൻ നായർ സാർ പറഞ്ഞതുപോലെ മനുഷ്യൻ ജീവിക്കുന്നത് ഓർമ്മകളിലൂടെയാണ്. ആ ഓർമ്മയുടെ വലിയ ശേഖരമാണ് സാഹിത്യം. പ്രവാസിയായ മലയാളിക്ക് മഴ എന്ന് വാക്ക് കേൾക്കുമ്പോൾ കേരളം ഓർമ്മ വരും. പായസം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഓണം ഓർമ്മ വരും. അമ്മ എന്ന് വാക്ക് കേൾക്കുമ്പോൾ ബാല്യം ഓർമ്മ വരും. ഈ ഓർമ്മകളെ വാക്കുകളാക്കി മാറ്റുന്നതാണ് സാഹിത്യം. വള്ളത്തോളിന്റെ വരികൾ കേൾക്കാം. ഭാരതം എന്നാൽ പാരിൽ നടുവിൽ കേവൽ ഒരു പിടി മണ്ണല്ല. അതുപോലെ മലയാളം എന്നത് വെറും ഭാഷയല്ല, ഒരു സംസ്കാരമാണ്, ഒരു വികാരമാണ്, ഒരു ജീവിത രീതിയാണ്. വയലാറിന്റെ പ്രശസ്ത വരികൾ, മനുഷ്യൻ മതങ്ങളെയെല്ലാം സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. ഈ 2 വരികൾ നമ്മളെ ഓർപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. അവസാനം മനുഷ്യനാണ് പ്രാധാന്യം. സാഹിത്യത്തിന്റെ ഏറ്റവും വലിയ ദൗത്യം മനുഷ്യനെ കൂടുതൽ മനുഷ്യനാക്കുക എന്നുള്ളതാണ്. നെപ്പോളിയൻ പറഞ്ഞുവെന്നാണ് കേൾക്കുന്നത്, ഞാൻ 1000 തോക്കുകളെ ഭയപ്പെടുന്നില്ല, പക്ഷേ 3 പത്രങ്ങളെയാണ് ഭയപ്പെടുന്നത്. വാളിന് കഴിയാത്തത് പലപ്പോഴും പേനയ്ക്ക് കഴിയാറുണ്ട്. ഇന്ന് ലോകം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്കും റോബോട്ടിലേക്കും മുന്നേറുകയാണ്. പക്ഷേ ഒരു കാര്യം മാത്രം യന്ത്രങ്ങൾക്ക് പകരം വെക്കാൻ കഴിയില്ല, അത് മനുഷ്യന്റെ ഹൃദയമാണ്. ആ ഹൃദയത്തെ സ്പർശിക്കുന്ന ഭാഷയാണ് സാഹിത്യം. അവസാനമായി ടാഗോറിന്റെ മനോഹരമായ ആ ഓശയം ഓർമ്മിപ്പിക്കട്ടെ, ഉയർന്ന ചിന്തകൾ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നിടത്തോളം യാഥാർത്ഥ്യം സ്വാതന്ത്ര്യം. അത്തരം സ്വാതന്ത്ര്യത്തിലെ ചിന്തകളുടെ ഉത്സവമാകട്ടെ ഈ സാഹിത്യ ഉത്സവം. നമുക്ക് വായിക്കാം, നമുക്ക് എഴുതാം, നമുക്ക് ചിന്തിക്കാം, നമുക്ക് മലയാളത്തെ സ്നേഹിക്കാം. ജയ കേരള, ജയ മഹാരാഷ്ട്ര. നമസ്കാരം.